ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ക്യാബ് ഗൈഡിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ കാറ്. ഞാനിവിടെ ടാക്സി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. ഈ കാർ എനിക്ക് കിട്ടുന്നത് ലാസ്റ്റ് ഇയർ ഡിസംബർ ഒരു 10-ാം തീയതിയൊക്കെയാണ്. അതുവരെ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് റെൻ്റൽ കാർസാണ്. ഒരുവിധം എല്ലാ കമ്പനികളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓല, ഊബർ, റാപ്പിഡോ, അങ്ങനെയുള്ള ബാംഗ്ലൂരുള്ള ഒരുവിധം എല്ലാ കമ്പനികളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ 3 വർഷത്തിനുള്ളിൽ. അപ്പോൾ കൂടുതലും റെൻ്റൽ കാറുകളാണ് ഓടിച്ചിട്ടുള്ളത്. ഇപ്പോഴാണ് എനിക്ക് സ്വന്തം കാറിലേക്ക് മാറാൻ കഴിഞ്ഞത് 3 വർഷത്തിന് ശേഷം. അപ്പോൾ ഈ ഫീൽഡിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്കോ അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ബാംഗ്ലൂരിലേക്ക് വരാൻ നിൽക്കുന്നവർക്കോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ആർക്കാണെങ്കിലും ഞാൻ ചെയ്തു തരും. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുത്തിട്ടോ വ്ളോഗ് ചെയ്തിട്ടോ ഒന്നും ഇതിനു മുമ്പ് പരിചയമില്ല. എനിക്ക് വ്ളോഗ് ചെയ്തൊന്നും പരിചയമില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മൊബൈൽ ക്യാമറയിലാണ്. അപ്പോൾ നമ്മുടെ ട്രാഫിക് ലോക പ്രശസ്തമാണ് ബാംഗ്ലൂരത്തെ. അപ്പോൾ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ അവസ്ഥ ഇതാണ്. ഈവനിങ് 4 മണിയാവുന്നു, പീക്ക് അവറാണ്. അപ്പോൾ ഈ ട്രാഫിക്ക് കുറച്ചും കൂടി കൂടും. ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ഹെവി ട്രാഫിക്കാവും. അത് ഒരു 12 മണി വരെ നല്ല ട്രാഫിക് ആയിരിക്കും. ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആയിരിക്കും. വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു ടൈം. പിന്നെ മോർണിംഗ്. ഇതിപ്പോൾ കോറമംഗലമാണ് സ്ഥലം. ഞാൻ എൻ്റെ വണ്ടി ഗ്യാസാണ്, CNG ആണ്. അപ്പോൾ CNG ഏകദേശം തീരാറായി. ഇന്നലെ രാത്രിത്തെ വർക്ക് കഴിഞ്ഞ് എനിക്ക് അടിക്കാനുള്ള ഗ്യാസ് ഫില്ല് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ഞാൻ ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ടാണ് ആദ്യം തന്നെ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങോട്ടുള്ള ട്രിപ്പാണ്, എത്ര ദൂരമുള്ള ട്രിപ്പാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ലോങ് ട്രിപ്പൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഫില്ല് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ മിക്കവാറും ഗ്യാസ് സ്റ്റേഷനുകളിലൊക്കെ ക്യൂ ആയിരിക്കും. അപ്പം നമ്മൾ കസ്റ്റമറെയും വെച്ചിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർക്കതൊരു ഇറിറ്റേഷൻ ആവും. കാരണം അവരുടെ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ അത് കാരണം ആദ്യം തന്നെ ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് പരിപാടി. ഗൈസ്, ഞാൻ ഗ്യാസ് ഫില്ല് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് പിക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ വ്ളോഗാണ്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പിക്കപ്പ് സ്പോട്ടിലെത്തുന്നതോടെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഇനിയും അങ്ങോട്ടുള്ള പുതിയ വീഡിയോസ് ഈ വീഡിയോയിൽ കിട്ടുന്ന റെസ്പോൺസുകൾക്കനുസരിച്ചിട്ട് ആയിരിക്കും ഞാൻ ചെയ്യുക. എന്തെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ അറിയാനുണ്ടെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റിൽ റീപ്ലൈ ചെയ്യുകയോ ചെയ്യാം. ഞാൻ 1-2 ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലുണ്ട്, ബാംഗ്ലൂർ മലയാളീസ് പോലത്തെ. അപ്പോൾ അവിടെയൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ഈ ജോബിനെ കുറിച്ചും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതും ചോദിക്കുന്നതും ഞാൻ കണ്ടു. അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇങ്ങനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എനിക്ക് വർക്ക് ചെയ്യണം. എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഞാൻ പിക്കപ്പ് സ്പോട്ടിലേക്ക് എത്തി. സോ നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.